ഹലോ 2022 ജൂൺ 29 നടന്ന ജെഇ മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇത് ഷിഫ്റ്റ് 2 പേപ്പർ ആണ്. ഷിഫ്റ്റ് 2വിന്റെ സെക്ഷൻ ബി ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ ബിയിൽ ഓൾ ടുഗദർ 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ വെർനിയർ കോൺസ്റ്റന്റ് ഓഫ് എ വെർനിയർ കാലിപ്പർ ഈസ് 0.1 millimeter and it has zero error of -0.05 centimeter. While measuring diameter of a sphere, the main scale reading is 1.7 centimeter and the coinciding vernier division is 5. The corrected diameter will be. ഓക്കെ, ഇവിടെ വെർനിയർ കോൺസ്റ്റന്റ് എന്നൊരു പദം യൂസ് ചെയ്തിട്ടുണ്ട്. വെർനിയർ കോൺസ്റ്റന്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് ഈ വെർനിയർ കോൺസ്റ്റന്റ് എന്നറിയാവോ? വെർനിയർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ലീസ്റ്റ് കൗണ്ട് ഡയറക്ട്ലി നമുക്ക് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് ചെയ്യാൻ വളരെ എളുപ്പമാണിത്. ഓക്കെ, ഡയമീറ്റർ നമ്മൾ എങ്ങനെ എഴുതുക? ഡയമീറ്റർ ഓഫ് ദ സ്പിയർ ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ, കോയിൻസൈഡിങ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ into least count. Okay, zero error ഇല്ലെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. But we have a zero error. We do have a zero error here. Therefore, you have to subtract the zero error from the actual measurement. Zero error. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാ കാര്യവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറിൽ എത്താൻ പറ്റും. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് എത്രയാ? 1.7 സെന്റിമീറ്റർ. 1.70 സെന്റിമീറ്റർ. ഇത് സെന്റിമീറ്റർ ആയതുകൊണ്ട് ബാക്കിയുള്ളത് എല്ലാം സെന്റിമീറ്ററിൽ തന്നെ എഴുതണം, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. വെർനിയർ കോയിൻസൈഡിങ് ഡിവിഷൻ എത്രയാണ്? 5 ആണ്. അതിനെ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലീസ്റ്റ് കൗണ്ട് 0.1 മില്ലിമീറ്റർ ആണ്, പക്ഷെ സെന്റിമീറ്ററിൽ എഴുതണം നമ്മൾ. അപ്പൊ 0.01 അതും സെന്റിമീറ്ററിലായി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. എന്ത് സബ്ട്രാക്ട് ചെയ്യണം? സീറോ എറർ സബ്ട്രാക്ട് ചെയ്യണം. സീറോ എറർ സെന്റിമീറ്ററിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. -0.05. Therefore, minus of 0.05. Okay. ഇപ്പൊ എല്ലാ സെന്റിമീറ്ററിലാണ്. നോ ഇഷ്യൂ. വി ഹാവ് ടു പ്രൊസീഡ് ഫർദർ. 1.70 പ്ലസ് 0.05 പ്ലസ് 0.05. ആഡ് ചെയ്യുമ്പോൾ സിംപിളി നമുക്ക് 1.80 സെന്റിമീറ്റർ എന്ന് കിട്ടും. സെന്റിമീറ്റർ 1.80 സെന്റിമീറ്റർ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 180 into 10⁻⁻² സെന്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് എത്രയാണെന്ന് ചോദിച്ചാൽ 180. ആൻസറിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ, എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? എ സ്മോൾ സ്പെറിക്കൽ ബോൾ ഓഫ് റേഡിയസ് 0.1 millimeter ആൻഡ് ഡെൻസിറ്റി 10⁴ kg per meter cube falls freely under gravity through a distance h. Before entering a tank of water, if after entering the water, the velocity of the ball does not change and it continues to fall with the same velocity, constant velocity inside the water, then the value of h is. h ഹൈറ്റിൽ നിന്ന് ഒരു ബോഡിയെ നമ്മൾ വാട്ടറിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. വാട്ടറിലേക്ക് ഡ്രോപ്പ് ചെയ്ത് അത് വാട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി മാറുന്നില്ല എന്ന് പറഞ്ഞാൽ വാട്ടറിൽ എത്തുമ്പോൾ തന്നെ അത് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്തു എന്നാണ് അതിന്റെ മീനിങ്. ദാറ്റ് ഈസ് സിമ്പിൾ ലോജിക്. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓൺ റീച്ചിങ് ദ സർഫസ് ഓഫ് വാട്ടർ ഈസ് സെയിം ആസ് ദ ടെർമിനൽ വെലോസിറ്റി. സോ v ഈസ് ഈക്വൽ ടു vt. vt സ്റ്റാൻഡ്സ് ഫോർ ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, h ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം വെലോസിറ്റി ഓൺ റീച്ചിങ് ദ സർഫസ് ഓഫ് വാട്ടർ എത്രയാണ്? √2gh ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ അതെല്ലാവരും കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. 2r² ഡിവൈഡഡ് ബൈ 9 eta rho minus sigma into g. This is the equation for terminal velocity which is given in your NCERT also. You can refer 2r² divided by 9 eta into rho minus sigma into g. ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ഇത് തന്നെ എഴുതുന്നു. √2gh. h ആണ് നമുക്ക് വേണ്ടത്. ജിയുടെ വാല്യൂ നമുക്കറിയാം. അങ്ങനെ 2r². r എത്രയാണെന്ന് നോക്കിയാൽ ഇവിടെ 0.1 മില്ലിമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ 10⁻⁻1 മില്ലിമീറ്റർ. അതിനെ മീറ്റർ ആക്കുമ്പോൾ 10⁻⁻1 into 10⁻⁻3. വാട്ട് ഈസ് ദാറ്റ്? 10⁻⁴ ആവും. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻⁸ എന്ന് വന്നു. ഡിവൈഡഡ് ബൈ 9 അതുപോലെ എഴുതി. ഈറ്റ എത്രയാ? 10⁻⁻5 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഹിയർ ഇറ്റ് ഈസ് 10⁻⁻5 ഈസ് ഈറ്റ. ഇനി റോ എത്രയാണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. 10⁴ ആണ്. മൈനസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ നമ്മൾ അറിഞ്ഞിരിക്കണം 10⁻3. ജിയുടെ വാല്യൂ 10 ആണ്. ഓക്കെ,
ഇത് സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? 3 ഇവിടെ എത്ര കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ലെറ്റ് us do it. അപ്പോ ലെറ്റ് us proceed further. Root 2gh is equal to 2 into, what is that? 2 into 10 to the power 10 to our minus 2 divided by 9 into, നോക്കി, ഇത് 10,000 ആണ്. 10 to our 4 എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അതിൽ നിന്ന് 1000 കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പൊ 9,000 into 9,000 അല്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് നമുക്ക് 20 എന്ന് കിട്ടി. റൂട്ട് 2gh നമുക്ക് സിമ്പിളി 9 ക്യാൻസൽ ആയി പോയി 20 എന്ന് കിട്ടി. ഇനി രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. 2gh എത്ര കിട്ടും? 20യുടെ സ്ക്വയർ 400. h വേണമെങ്കിൽ 400 ഡിവൈഡഡ് ബൈ 2g, 2 into 10, അങ്ങനെ നമുക്ക് 20 എന്ന് കിട്ടി. അപ്പൊ h ഈസ് 20 മീറ്റർ. യു ഹാവ് ടു ഫിൽ ഹിയർ 20. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നോക്കൂ. In an experiment to determine the velocity of sound in air at room temperature using a resonance is observed when the air column has a length 20 centimeter. For a tuning fork of frequency 400 Hz is used. The velocity of sound at room temperature is 336 meter per second. The third resonance is observed. Third resonance. Second resonance alla. Third resonance. Third resonance is observed when air column has a length of. First resonance il എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് റെസൊണൻസിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് λ/4 ആണ്. പക്ഷെ ആന്റിനോട് ഈ പൈപ്പിന്റെ എഡ്ജിലല്ല ഉണ്ടാകുന്നത്, ലിറ്റിൽ എബവ് ആണ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പൊ ഇത് L1 ഉം ലെറ്റ് us call it L1. ഇത് എൻഡ് കറക്ഷൻ E എന്ന് നമ്മൾ പറയും, E. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. വാട്ട് ക്യാൻ യു റൈറ്റ്? ഫസ്റ്റ് ഇക്വേഷൻ ഈസ് L1 പ്ലസ് E എന്ന് പറയുന്നത് എന്തായിരിക്കും? λ/4 ആണ്. ഇനി തേർഡ് റെസൊണൻസിൽ എന്താ ഉണ്ടാകുന്നത്? ഇതിന്റെ 5 ടൈംസ് ഉണ്ടാവും. ലെറ്റ് മീ ഡ്രോ ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. 5 ടൈംസ്. തേർഡ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ λ/4 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 എന്ന് പറഞ്ഞാൽ 5 λ/4. ഈ ലെങ്തിനെ ഞാൻ L2 എന്ന് വിളിക്കുന്നു. ആന്റിനോട് ഇതിന്റെ എക്സാക്ട്ലി എഡ്ജിലല്ല ഉണ്ടാകുന്നത്, കുറച്ച് മുകളിലാണ് ഉണ്ടാകുന്നത്. അതിനെ എൻഡ് കറക്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? L3 എന്ന് വിളിക്കാം. ആ ലെങ്തിനെ L2 എന്നല്ല വിളിക്കുന്നത്, തേർഡ് റെസൊണൻസ് ആയതുകൊണ്ട് let me write it L3 plus E is equal to 5 λ/4. 5 times λ/4. അപ്പൊ L3 മൈനസ് ഈ ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, we will get L3 minus L2. What you will get? 4 λ/4 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ലാംഡ എന്ന് കിട്ടും. വേവ് ലെങ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ വെലോസിറ്റിയെ കുറിച്ച് ചിന്തിക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡയാണെന്ന് നമുക്കറിയാം. ന്യൂ ലാംഡ. നമുക്കിവിടെ വേണ്ടത് എന്താണ്? ലാംഡയ്ക്ക് പകരം L3 മൈനസ് L1 എന്ന് എഴുതാം. ഇവിടെ ഞാൻ എഴുതിയ തെറ്റിപ്പോയി. L3 മൈനസ് L2 അല്ല, L1 ആണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. L1. ലെറ്റ് മീ റൈറ്റ് L1. ഇനി നോക്കിയേ, V is equal to ന്യൂ ലാംഡ. Therefore V is equal to ന്യൂ. അതുപോലെ എഴുതി. ലാംഡനെ L3 മൈനസ് L1 എന്ന് എഴുതി. നമുക്കിവിടെ L3 ആണ് വേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇത് സെന്റിമീറ്ററിലാണ്, ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് സെന്റിമീറ്ററിലായതുകൊണ്ട് നമ്മൾ ഈ വെലോസിറ്റി സെന്റിമീറ്റർ പെർ സെക്കൻഡ് എഴുതാൻ പോവുകയാണ്. ഓക്കെ. അപ്പൊ 336 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് 336 കഴിഞ്ഞിട്ട് 2 സീറോയോട് ഇടുകയാണ്, സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി എത്രയാണ്? 400 ഹെർട്സ് ആണ്. 400 ഇൻറ്റു L3 അറിയില്ല, മൈനസ് L1 അറിയാം. ഹൗ മച്ച് ഈസ് L1? L1 20 എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. L1 ഈസ് ഗിവൺ ആസ് 20 സെന്റിമീറ്റർ ഹിയർ. ഇത് വളരെ സിമ്പിൾ ആണ്. L3 മൈനസ് 20 എത്ര കിട്ടും? L3 മൈനസ് 20 ഈസ് ഈക്വൽ ടു 84 എന്ന് കിട്ടി. 84. അതിൽ നിന്ന് നമുക്ക് L3 എഴുതാം. ഫ്രം ഹിയർ വി ക്യാൻ റൈറ്റ് L3 ആർ 24 പ്ലസ് 20 104 സെന്റിമീറ്റർ.
104 is the right answer. 104 centimeter. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ. Two resistors are connected in series across a battery as shown in the figure. If voltmeter of resistance 2000 ohm is used to measure the potential difference across 500 ohm resistor, the reading of the voltmeter is. ഇവിടെ ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഉള്ള ഒരു വോൾട്ട്മീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്തത്. നോക്കൂ, ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഉള്ള ഒരു വോൾട്ട്മീറ്റർ നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ആ വോൾട്ട്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാ വന്നിട്ടുള്ളത്? 2000 ഓം എന്ന് വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. അപ്പം ഇതിന്റെ റെസിസ്റ്റൻസ്, ഈ കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് 500 കഴിഞ്ഞും കുറയും. ഓക്കെ, 500 കഴിഞ്ഞും കുറയുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള പൊട്ടൻഷ്യലേക്ക് കഴിഞ്ഞും കുറവായിരിക്കും വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തതിന് ശേഷം. അപ്പൊ നമ്മൾ ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ പൊട്ടൻഷ്യലിനെ ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. ഇതിന്റെ ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? R is equal to R1 R2 divided by R1 plus R2 എന്ന് പറഞ്ഞാൽ 2000 R1 ആയി, R2 5000 divided by 2500. ഇതിൽ 2 വെട്ടിക്കളയാം. 25 220. ഇപ്പൊ 20 into 20 R is equal to എത്ര കിട്ടി? 400 എന്ന് കിട്ടി. 400 ഓം ആണ് ഇതിന് അക്രോസ് ഉള്ള ഈ കോമ്പിനേഷന്റെ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് 400 ഓം ആണ്. ഈ കോമ്പിനേഷന്റെ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് 400 ആണ്. അപ്പൊ 20നെ നമ്മൾ 400:600 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 4:6 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ? V1 എന്ന് വിളിക്കാം. ലെറ്റ് us call it V1. ആ പൊട്ടൻഷ്യൽ ആയിരിക്കും ആ വോൾട്ട്മീറ്റർ കാണിക്കുന്ന പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ V1 is equal to എന്താണ് കുട്ടികളെ? V divided by 20 divided by ഏത് റേഷ്യോയിലാ? 4:6. അപ്പൊ 4 plus 6 into 4. അപ്പൊ എത്രയാ? V1 is equal to 2 into 4 which is equal to 8. V1 is equal to 8 volt. അപ്പോൾ വോൾട്ട്മീറ്റർ കാണിക്കുന്ന റീഡിങ് 8 വോൾട്ട് ആയിരിക്കും. Therefore the answer is 8. ഫിഫ്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് നോക്കാം. എ പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് 0.4 volt exists across PN junction. An electron enters the junction from N side with the speed 6 into 10 to the power 5 meter per second. The speed with which electron enters P side will be x divided by 3 into 10 to the power 5 meter per second value of x. ഇവിടെ എൻട്രി ചെയ്യുന്ന സ്പീഡ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ സൈഡും പി സൈഡും ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയറിലെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ എൻ സൈഡിൽ നിന്ന് പി സൈഡിലേക്കായിരിക്കും. കാരണം എൻ സൈഡിലെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയാണ്. ഓക്കെ, അതിന്റെ ഇമ്പ്യൂരിറ്റി, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തും. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ എൻ സൈഡ് പോസിറ്റീവ് ചാർജും അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ് ഒരു ഡിപ്ലീഷൻ റീജിയനും ഒരു ലെയറും, പി സൈഡിൽ നെഗറ്റീവ്ലി ചാർജ് ഒരു ലെയറും ഉണ്ടാവും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ദാറ്റ് മീൻസ് ഫ്രം എൻ സൈഡ് ടു പി സൈഡ്. അപ്പൊ ഏതായിരിക്കും ഹയർ പൊട്ടൻഷ്യൽ? എൻ സൈഡ് ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പൊ പി സൈഡിലെ പൊട്ടൻഷ്യൽ 0 എന്ന് എടുക്കുകയാണെങ്കിൽ എൻ സൈഡിലെ പൊട്ടൻഷ്യൽ V എന്ന് എടുക്കാം. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഫ്രം ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. വർക്ക് ഈസ് ഡൺ ഓൺലി ബൈ ഇലക്ട്രിക് ഫീൽഡ്. ദെയർഫോർ ദ എനർജി മസ്റ്റ് ബി കൺസേർവ്ഡ്. എനർജി കൺസേർവ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ ഇത്രയാണ് അതിന്റെ മീനിങ്. ഡെൽറ്റ കെ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് പ്ലസ് ഡെൽറ്റ യു പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടിയിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞിട്ടുണ്ടാണോ എന്നർത്ഥം. അപ്പൊ ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യുവിനെ ക്യൂ ഡെൽറ്റ വി എന്ന് എഴുതാം. ക്യൂ ഡെൽറ്റ വി മസ്റ്റ് ബി ഈക്വൽ ടു 0. ഇനി ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ് മീ റൈറ്റ്. ഹാഫ് എം ഫൈനൽ വെലോസിറ്റി വി ആണെന്ന് വിചാരിക്കുക. V² മൈനസ് U², ദാറ്റ് ഈസ് ഡെൽറ്റ കെ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ്, മൈനസ് ഇ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ശ്രദ്ധിക്കുക, 0 മൈനസ് വി. ഓക്കെ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 0 മൈനസ് വി. വി ഈസ് ദ പൊട്ടൻഷ്യൽ there. Therefore 0 minus v, that is minus v is equal to what? 0. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. ഫൈനൽ ഇക്വേഷൻ വാട്ട് വി ഗെറ്റ് ഈസ് ദിസ് വൺ. ഹാഫ് എം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ വി. വി ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ വിയും ഈ വിയും തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഈ വി വെലോസിറ്റി ആണ്, ഈ വി വെലോസിറ്റി, ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്.
ഇനി രണ്ട് സൈഡ് ഞാൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ, അതർ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, മൈനസ് കൊണ്ട് അല്ലെങ്കിൽ ആ മൈനസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഹാഫ് എം യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ വി. ഞാൻ ഇവിടുത്തെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്നുള്ളത് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്നാക്കി. അപ്പൊ ഈ മൈനസ് സൈൻ പോകുമല്ലോ. ഇനി ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോവുകയാണ്. ഓക്കെ, ഈ ഇക്വേഷനെ ഞാൻ അപ്പുറത്തേക്ക് കോപ്പി ചെയ്യാം. ദിസ് ഇക്വേഷൻ ഈസ് ഗോയിങ് ടു ബി കോപ്പീഡ് ടു ദ നെക്സ്റ്റ് പേജ്. ഓക്കെ, ദിസ് ഹിയർ ഈസ് അവർ ഇക്വേഷൻ. ലുക്ക്, ഹിയർ ഈസ് അവർ ഇക്വേഷൻ. വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇറ്റ്. ഹാഫ് അതുപോലെ തന്നെ എഴുതി. മാസ് ഓഫ് ദ ഇലക്ട്രോൺ 9 ഇൻറ്റു 10⁻31 ആണ്. തൽക്കാലം യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ അതുപോലെ തന്നെ ഞാൻ എഴുതുകയാണ്. യു എനിക്ക് തന്നിട്ടുണ്ട്, ലാസ്റ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. വി ആണ് എനിക്ക് വേണ്ടത്. യു ഈസ് ഗിവൺ ടു മീ, വി ഐ ഹാവ് ടു ഫൈൻഡ്. ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ എനിക്കറിയാം 1.6 ഇൻറ്റു 10⁻19. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0.4 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. 0.4 പൊട്ടൻഷ്യൽ ബാരിയർ 0.4 ആണെന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ മാത്രം ഇവിടെ വെക്കുക. ഇവിടെ 1.6 ഇൻറ്റു 0.4 ഇൻറ്റു 2 കൂടെ അങ്ങോട്ട് പോയി 2 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു ഇത് 10⁻12 എന്ന് വന്നു. ആ 10⁻12 ഞാൻ മുകളിലേക്ക് എഴുതുകയാണ്. അപ്പൊ 10⁻12 ആയി. സോ യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 10⁻10 എന്ന് വന്നു. ഓക്കെ, ജസ്റ്റ് മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ. ഇനി 16 ഇൻറ്റു 8 എത്രയാണെന്ന് ചോദിച്ചാൽ, ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 6 48 ഇഷ്ടം 4 12 128 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 10⁻10 എന്ന് വന്നു. അത് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ആണ്. നമുക്ക് വി സ്ക്വയർ ആണ് വേണ്ടത്, അല്ലെങ്കിൽ വി ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് ദാറ്റ്, യു സ്ക്വയർ മൈനസ് 128 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 10⁻10. അപ്പൊ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് യു സ്ക്വയർ? യു സ്ക്വയർ നമുക്ക് നോക്കാം എന്താണ്. യു എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 10⁻5 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ഇൻറ്റു 10⁻10 മൈനസ് 128 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 10⁻10. കാൽക്കുലേഷൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ അടുത്ത പേജിലേക്ക് പോവുകയാണ്. ലെറ്റ് മീ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് പേജ്. ലുക്ക് ഹിയർ, ആ ഇക്വേഷനെ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്തു. നോക്കൂ, ഇനിയും നമുക്ക് 10⁻10 നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ഔട്ട് ചെയ്യാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 10⁻10 അതുപോലെ എഴുതി 36 ഇൻറ്റു 9 9 6 54 4 ശിഷ്ടം 5 27 27 5 32 മൈനസ് 128 ഡിവൈഡഡ് ബൈ 9 എന്ന് വന്നു. ഇനി സബ്ട്രാക്ഷൻ നമുക്ക് ചെയ്യാം. 324 മൈനസ് 128 എത്ര കിട്ടും? 8 6 14 4 1 3 9 196 എന്ന് കിട്ടി. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വാട്ട് വി ആർ ഗെറ്റിംഗ് ഈസ് 10⁻10 196 ഡിവൈഡ് ബൈ 9. ഇനി സ്ക്വയർ റൂട്ട് എടുക്കുക രണ്ട് സൈഡും. ഇവിടെ വി ആയി, അത് എത്രയാ? 196 എന്ന് പറഞ്ഞാൽ 14ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 14 9ന്റെ സ്ക്വയർ റൂട്ട് 3 ഇൻറ്റു 10⁻5. അപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 14 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10⁻5. ഇവിടെ എക്സ് ഡിവൈഡ് ബൈ 3 എക്സ് ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10⁻5 എന്നുണ്ട്. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. എക്സിന്റെ വാല്യൂ എത്രയാണ്? 14. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചുള്ളൂ, ജസ്റ്റ് 14. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, the displacement current of 4.425 microampere is developed in a space between the plate of parallel plate capacitor when the voltage is changed at a rate 10⁻6 volt per second. The area of each plate of the capacitor is 40 centimeter square. Distance between each plate of the capacitor is x into 10⁻3 meter. The value of x is. നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് കറന്റിന് പല ഇക്വേഷൻ ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഇക്വേഷൻ ഇസ് ദിസ്. ലുക്ക്, displacement current is equal to C dV by dt. Let me write clearly. Look, displacement current ID. Let me write displacement current as ID. C dV by dt. This is one of the equations of displacement current. But displacement current ID is equal to C epsilon naught A by D. D is the separation.
dv by dt എന്ന് എഴുതാം. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവുകയാണ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഈസ് ഗിവൺ ടു മീ. എത്രയാണ്? 4.425. Therefore 4.425 into 10 to the power minus 6 because it is microampere എന്ന് വന്നിട്ടുണ്ട് is equal to epsilon naught ന്റെ വാല്യൂ 8.85 into 10 to the power minus 12 ആണ്. ഇനി ഏരിയ എത്രയാണ് കുട്ടികളെ? വാട്ട് ഈസ് ദ ഏരിയ? 40 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 40 സെന്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ 10 to the minus 2 സ്ക്വയർ ഉള്ളതുകൊണ്ട് 10 to the minus 4 ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ എത്രയാണെന്ന് ഇവിടെ പറയുന്നത്? സെപ്പറേഷൻ ഈസ് എക്സ് ഇൻറ്റു 10 to the minus 3 എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു 10 to the power minus 3 അതുപോലെ എഴുതി. ഇനി ഡി വി ബൈ ഡി ടി വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് 10 to the power 6 ആണെന്ന് പറയുന്നുണ്ട്. ലെറ്റ് മീ റൈറ്റ് 10 to the power 6 ഓൾസോ. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ശ്രദ്ധിക്കും. ഇവിടെ 4.425ഉം 8.85ഉം 2 ടൈംസ് പോവും അല്ലേ? അപ്പൊ ഈ 10 to the power 6ഉം ഈ 10 to the power minus 6ഉം ഈ 10 to the power 6 കൂടെ കൂട്ടി 10 to the power 12 വെട്ടിക്കളയാം. അതുപോലെ ഈ 10 to the power 3യും ഈ 0യോട് കൂടിയ 10 to the power minus 4ഉം വെട്ടിക്കളയാം. What you are going to get is 8. X is equal to 8. That's all. X is equal to value of X is equal to 8. That's what you are going to get. Value of X is, you have to write here 8. ഇനി 7th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. The moment of inertia of a uniformly thin rod about a perpendicular axis passing through one of its ends is I1. The same rod is bent into a ring and its moment of inertia about the diameter is I2. I1 by I2 is x pi square by 3. I1 by I2 ആണ് നമുക്ക് വേണ്ടത്. I1 by I2. I1 എന്ന് പറഞ്ഞാൽ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് ഇറ്റ് എൻഡ്, എബൌട്ട് ദ സെന്റർ അല്ല. അപ്പൊ എബൌട്ട് ഇറ്റ് എൻഡ് എന്ന് പറയുന്നത് ml സ്ക്വയർ ബൈ 3. ഓക്കെ. ഇനി മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ റിംഗ്, ഈ റോഡ് കൊണ്ടാണ് റിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറയുന്നത് എബൌട്ട് ദ ഡയമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഐ ഷാൽ ഡ്രോ എ ഡയഗ്രാം. ഈ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് ദി എൻഡ് വേണം. അതുപോലെ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ, ദിസ് റിംഗ്, ഈ റോഡ് കൊണ്ടുണ്ടാക്കിയ റിംഗ്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് ദ ഡയമീറ്ററും വേണം. എബൌട്ട് ദ ഡയമീറ്റർ mr സ്ക്വയർ ബൈ 2 ആണ്. ലെറ്റ് മീ റൈറ്റ് mr സ്ക്വയർ റെസിപ്രോക്കൽ ബൈ 2 എന്നുള്ളത് മുകളിലോട്ട് എഴുതി. സോ I1 by I2 മാസ് ഗെറ്റ് ക്യാൻസൽ 2 by 3 വാട്ട് L സ്ക്വയർ ബൈ R സ്ക്വയർ എന്ന് വന്നു. L സ്ക്വയർ ബൈ R സ്ക്വയർ അല്ലെങ്കിൽ L ബൈ R ഓൾ സ്ക്വയർ എന്ന് എഴുതാം നമുക്ക്. ഫോർ ദ ടൈം ബി L ബൈ R ഓൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി L ആറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്താണ്? 2 pi R Lന് ഈക്വൽ ആണ്. കാരണം L ലെങ്ത് ഉള്ള റോഡ് കൊണ്ടാണ് നമ്മൾ ഈ റിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം L ബൈ R എന്ന് പറയുന്നത് എന്താണ്? 2 pi ആണ്. അപ്പൊ L ബൈ R സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 pi സ്ക്വയർ, 4 pi സ്ക്വയർ അല്ലേ? Therefore this is nothing but 2 by 3 into 4 pi square. That turns out to be 8 by 3 pi square. അപ്പൊ ഇവിടെ എക്സ് പൈ സ്ക്വയർ ബൈ 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സിന്റെ സ്ഥാനത്ത് വരുന്നത് 8 ആണ്. 7th question is over. 8th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. The half life of radioactive substance is 5 years. After X years, the given sample of radioactive substance gets reduced to 6.25% of its initial value of X is. നോക്കൂ, നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. N is equal to number of nuclei left undecayed is equal to N0, which is the initial number of nuclei, divided by 2 to the N, where N is number of half-life period. എന്ന് പറഞ്ഞാൽ total time divided by half-life period. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ N എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 6.25% എന്നാണ് പറഞ്ഞത്. അപ്പോൾ 6.25 divided by 100 N0 is equal to N0 divided by 2 to the N. N0 രണ്ടിടത്തുനിന്ന് വെട്ടിക്കളഞ്ഞു. ഇത് 1 divided by 2 to the power 4 ആണല്ലോ. 1 divided by 2 to the power 4 is equal to 1 divided by 2 to the power N. From here you get, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? N is equal to 4 എന്ന് കിട്ടി. അപ്പം T എന്ന് പറയുന്നത് ഇവിടെ X എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ N is equal to, what is our N? N is equal to X by T half. T half. T half 5 എന്ന് വന്നിട്ടുണ്ട്. Therefore X is equal to N into T half. N നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. T half 5 എന്ന് വന്നിട്ടുണ്ട്. Therefore X is equal to total time is equal to 20 what years? Because T half years വന്നിട്ടുള്ളത്, therefore 20 years. X is equal to what you have to write is 20 years.
ഇനി 9th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. In a double slit experiment with a monochromatic light, fringe are observed on the screen placed at some distance from the plane of the slit. If the screen is moved by 5 into 10 to the minus 2 meter towards the slit, the change in fringe width is 3 into 10 to the minus 3 centimeter. If the distance between the slit is 1 millimeter, then the wavelength of the light will be. Look here, you know fringe width in the equation. Beta is equal to lambda d by d. Le, appa d il maatam vannal ennu parnal screen inde distance il maatam vanna fringe ilum maatam pattum. Idu rendum directly proportional ayond you can write it like this. Delta beta is equal to lambda by d into delta d ennu ezhudam. Namakku lambda aanu vendathu. Therefore lambda is equal to what? Delta beta d divided by delta d. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഡെൽറ്റ ബീറ്റ ഡി ഡിവൈഡ് ബൈ ഡെൽറ്റ ഡി. ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട്. Therefore lambda is equal to delta beta. Betail വന്ന change. How much is that? 5 into no. What is the change in beta? 3 into 10 to the minus 3 centimeter. 3 into 10 to the minus 3 centimeter meter ആക്കി 10 to the minus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനിയും എന്താണ് ഡി? ഈ സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ അത് 1 millimeter ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1 into 10 to the minus 3. ഇനി സ്ക്രീനിന്റെ അകലത്തിൽ വന്ന വ്യത്യാസം ഡെൽറ്റ ഡി. ഹൗ മച്ച് ഈസ് 5 into 10 to the power minus 2 meter. എല്ലാം മീറ്ററിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സോ വാട്ട് ആർ ഓൾ യു ക്യാൻ ക്യാൻസൽ. ദിസ് ക്യാൻ ബി ക്യാൻസൽ. 3 by what you will get there. Lambda is equal to 3 by 5 എന്ന് പറഞ്ഞാൽ 6 by 10 ആണ്. Therefore 0.6 into 10 to the power minus 6 എന്ന് വന്നു. ഇതിനെ നമ്മൾ നാനോമീറ്ററിൽ എഴുതുമ്പോൾ ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 600 into 10 to the minus 9 meter എന്ന് കിട്ടി. That is nothing but 600 nanometer. Therefore the answer is 600 nanometer. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോക്കൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. In an inductor of 0.5 millihenry and a capacitor of 200 microfarad and a resistor of 2 ohm are connected in series with a 220 volt AC source. If the current is in phase with EMF, that's very important. Current is in phase with EMF. ഇത് LCR സർക്യൂട്ട് ആണ്. കറണ്ട് EMFും ഫേസിൽ ആകുന്ന സമയം എപ്പോഴാണ്? റെസൊണൻസിന്റെ ടൈമിലാണ്. ഇതിന്റെ മീനിങ് ഇറ്റ് ഈസ് ഇൻ റെസൊണൻസ്. റെസൊണൻസ് എന്നാണ് ആ സെന്റൻസ് പറയുന്നത്. റെസൊണൻസിൽ ഫ്രീക്വൻസി എത്ര? നമുക്കറിയാം. റെസൊണൻസ് ആംഗുലാർ ഫ്രീക്വൻസിയും റെസൊണൻസ് പ്ലെയിൻ ഫ്രീക്വൻസിയും എല്ലാം നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. F0 is equal to 1 divided by 2 pi root LC. Everyone knows this. Resonance frequency is equal to 1 divided by 2 pi root LC. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. F0 is equal to 1 divided by 2 pi അതുപോലെ തന്നെ എഴുതി, റൂട്ട് അതുപോലെ എഴുതി. എല്ലിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കി. 0.5 millihenry. 0.5നെ 1/2 എന്ന് എഴുതി. 10 to the minus 3. ഇനിയും നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് C? C is 200 microfarad. അതിനെ 2 into 10 to the power minus 4 എന്ന് എഴുതാം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 2ഉം 2ഉം പോയി 10 to the minus 7 ആണ്. 10 to the minus 7 മുകളിലോട്ട് പോകുമ്പോൾ F0 is equal to 10 to the minus 7. 10 to the 3 into root 10 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 pi. ഇനി പൈയുടെ വാല്യൂ, പൈ സ്ക്വയറിന്റെ വാല്യൂ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പൈ സ്ക്വയറിന്റെ വാല്യൂ ഏകദേശം 10 ആണ്. ഏകദേശം എക്സാക്ട്ലി അല്ല കേട്ടോ. പൈ സ്ക്വയർ വാല്യൂ ഈസ് നിയർലി അബൌട്ട് 10. അപ്പോൾ പൈയുടെ വാല്യൂ ഈ നിയർലി അബൌട്ട് റൂട്ട് 10 ആണ്. എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് 10ഉം പൈ ഇവിടെ ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തെഴുതാം? വി ക്യാൻ റൈറ്റ് ഹിയർ ലൈക്ക് 0.5 into 10 to the power 5 എന്ന് എഴുതാം. 10 to the 5. ഇതിനെ നമുക്ക് 5 into 10 to the 5 അല്ലല്ലോ, ഇറ്റ്സ് നോട്ട് 10 to the power 3. ഇതിനെ നമുക്ക് 5 into 10 to the power 2 എന്ന് എഴുതാം. 5 into 10 to the 2 heads. അപ്പൊ ഇവിടെ ഓൾറെഡി 10 to the 2 ഇവിടെ എഴുതിയിട്ടുണ്ട്. 10 to the 2. Therefore fill in the blanks ചെയ്യുമ്പോൾ you have to write 5. Okay, that's all about this discussion. Thank you very much for watching.